അമേരിക്കയുടെ നാടുകടത്തൽ ഭീഷണി തുടരുന്നതിനിടെ പ്രവാസികൾക്കായി പുതിയ നിയമം തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വിദേശ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് സുരക്ഷിതവും കൃത്യമായതും പതിവായതുമായ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിയമം നടപ്പാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രം ഗൗരവത്തോടെ പരിഗണിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഓവർസീസ് മൊബിലിറ്റി അഥവാ ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ ബിൽ 2024 എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന നിർദ്ദിഷ്ട കരട് നിയമം 1983 വിദേശ കുടിയേറ്റ നിയമത്തിലെ കാലഹരണപ്പെട്ട വ്യവസ്ഥകൾ മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിങ്കളാഴ്ച ലോക്സഭയിൽ വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ 4ാമത്തെ റിപ്പോർട്ടിൽ ഇത് ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ഇന്ത്യക്കാരനായ അനധികൃത കുടിയേറ്റക്കാരുമായി കഴിഞ്ഞ ദിവസം യുഎസിൽ നിന്നുള്ള സൈനിക വിമാനം അമൃത്സറിലെത്തിയിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്നത് ലക്ഷ്യമിട്ട് യുഎസിൽ നടത്തിയ വലിയ ഓപ്പറേഷനിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ത്യയിലെത്തിയവരിൽ 33 പേർ ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും, 30 പേർ പഞ്ചാബിൽ നിന്നുള്ളവരും, 3 പേർ വീതം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും, 2 പേർ ഛത്തീസ്ഗഡിൽ നിന്നുള്ളവരുമാണ്. സംഘത്തിൽ 19 സ്ത്രീകളും പ്രായപൂർത്തിയാക്കാത്ത 13 പേരും ഉൾപ്പെടുന്നു. 4 വയസ്സുള്ള ആൺകുട്ടിയും 5ഉം 7ഉം വയസ്സുള്ള 2 പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യാഴാഴ്ച പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. വിദേശത്തുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സംഘർഷമുണ്ടാകുന്ന സമയങ്ങളിൽ അവരുടെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്നു. യുക്രൈനിൽ യുദ്ധസമയത്ത് ചെയ്തതുപോലെ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വിദ്യാർത്ഥികളെ രാജ്യത്തേക്ക് തിരികെ എത്തിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ വിമാനങ്ങൾ അയക്കുകയും അടിയന്തര പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു എന്ന് എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള കുടിയേറ്റത്തിൽ ഉണ്ടായിരുന്ന വർധനയും ഇന്ത്യൻ പൗരന്മാരുടെ ആവശ്യങ്ങളും കണക്കിലെടുത്ത് 1983 ഇമിഗ്രേഷൻ നിയമത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് അടിയന്തര ആവശ്യം കമ്മിറ്റി ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടായിയെങ്കിലും ഓവർസീസ് മൊബിലിറ്റി അഥവാ ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ ബിൽ 2024 എന്ന താൽക്കാലിക പേരിൽ പുതിയ നിയമം നടപ്പിലാക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഗൗരവത്തോടെ പരിഗണിക്കുന്നുണ്ട്. കോൺഗ്രസ് MP ശശി തരൂർ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു. സമീപ വർഷങ്ങളിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു. ഇന്ത്യയുമായി ഇടപഴകുന്നതിൽ മറ്റ് ലോകരാജ്യങ്ങൾക്കുള്ള താൽപര്യം വർദ്ധിച്ചു വരികയാണ്. ഇത് വിപുലമായ നയതന്ത്ര ബന്ധത്തിലേക്ക് നയിക്കും. പ്രാദേശിക സംഘടനകൾക്ക് ഇന്ത്യ നേതൃത്വം നൽകുന്നു. ഉയർന്ന തരത്തിലുള്ള കൈമാറ്റങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഉഭയകക്ഷി കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെക്കുന്നു. കൂടാതെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് അഥവാ ISA, ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളുടെ കൂട്ടായ്മ അഥവാ CDRI തുടങ്ങിയ സംരംഭങ്ങൾക്ക് ഇന്ത്യ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിർദ്ദിഷ്ട കരാർ സംബന്ധിച്ച് നിലവിൽ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ കൂടിയാലോചന നടത്തുകയാണ് എന്നും പൊതുജനാഭിപ്രായം തേടുന്നതിനായി ഉടൻ അനുവദിച്ചു നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയം സമിതിയെ അറിയിച്ചിട്ടുണ്ട്. ബില്ലിന്റെ പ്രധാന വശങ്ങളെക്കുറിച്ച് കൂടിയാലോചിക്കേണ്ടതിന്റെ പ്രാധാന്യം സമിതി ഊന്നിപ്പറയുകയും നിയമം പരിഷ്കരിക്കുന്നത് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അവിദഗ്ധ തൊഴിലാളികൾ, വിദഗ്ധ തൊഴിലാളികൾ, പ്രൊഫഷണലുകൾ എന്നിവരുൾപ്പെടെ ഏകദേശം 1.5 കോടി ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് താമസിക്കുന്നുണ്ട് എന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇക്കഴിഞ്ഞ നവംബറിൽ ലോക്സഭയിൽ അറിയിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ സൗഹൃദ രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തത്തിലൂടെ ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികസനത്തിനും അനുകൂലമായ ഒരു അന്തരീക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ വളർത്തിയെടുത്തിട്ടുണ്ട്.